Good morning all. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി ഫസ്റ്റ് ചാപ്റ്റർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്ക് നോട്ട്സൊക്കെ കിട്ടിയോ? നോട്ട്സ് നമ്മൾ ആദ്യമേ നോട്ട്സ് സാറ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ച് നിങ്ങൾ എല്ലാം ചെക്ക് ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഷഫിൾ ചെയ്തിങ്ങനെ ഡിസോർഡറായി കിടക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സാറിനെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചപ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഏരിയ പറഞ്ഞു, കുറച്ച് 2 ക്ലാസ് എടുത്ത് നമ്മൾ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നോട്ട്സിലില്ല, അതൊക്കെ ബേസിക് ഇൻഫോർമേഷൻസ് ആണ്. അത് നമുക്ക് ഇവിടെ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നോട്ട്സ് തരാം. അപ്പോൾ ചാപ്റ്റർ വൈസ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് പഠിച്ചതെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടർ, ദെൻ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ, ദെൻ പിന്നെ എന്താണ് അഗ്രികൾച്ചർ സെക്ടർ മീൻസ് എന്താണ് ഓൺ ദ ടൈം ഓഫ് അല്ലെങ്കിൽ ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് അഗ്രികൾച്ചർ സെക്ടറിൻ്റെ കണ്ടീഷൻ എന്തുവാണ്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ, പിന്നെ അതേപോലെ ഫോറിൻ ട്രേഡ്, ഡെമോഗ്രഫിക് ഫീച്ചേഴ്സ്, പിന്നെ എന്താ പഠിച്ചേ ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ, ഫൈനലി ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ആ റെയിൽവേയുടെ കുറച്ച് കാര്യങ്ങൾ. ഇത്രയും ഒരു ഓർഡറിലാണ് ഇവിടെ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടി കാണും. അപ്പോൾ ഈ ക്ലാസ് ഏതെങ്കിലും ഡിസോർഡർ ആവുകയോ ഇതിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും പോയിന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സാറിനോട് ചോദിച്ച് വാങ്ങണം. അപ്പോൾ ഇത്രയും ക്ലാസ്സസാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോവുകയാണ്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് നോക്കുക, ഇന്ത്യൻ എക്കോണമി ഫ്രം 1950 to 1990. അപ്പോൾ നമ്മളൊരു ഓർഡറിലാണ് ഇൻഡിപെൻഡൻസിൻ്റെ ആ ഒരു ടൈമിലുള്ള ഇന്ത്യൻ എക്കോണമിയുടെ ഒരു ബാക്ക്വേർഡ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ബേസിക് പില്ലേഴ്സ് എന്ന് പറയുന്ന സെക്ടേഴ്സൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസും അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത്. ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ എന്ന് പറയുമ്പോൾ അതായത് 1947 കഴിഞ്ഞ ഒരു 3 years മീൻസ് അവിടെ എന്താണ് ഒരു ഓർഗനൈസേഷൻ ഒരു കംപ്ലീറ്റ് ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറേഞ്ച് ചെയ്തിട്ട് 1950 മുതൽ 1990 വരെയുള്ള ഇന്ത്യൻ എക്കോണമി, അതായത് നമ്മുടെ ലീഡേഴ്സ് എങ്ങനെ ഇന്ത്യൻ എക്കോണമിയെ മോൾഡ് ചെയ്ത് ഒരു എക്കണോമിക്കലി ഗ്രോയിങ് കൺട്രി ആയിട്ട് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഗ്രോയിങ് എക്കോണമി ആയിട്ട് എങ്ങനെ മോൾഡ് ചെയ്തെടുത്തു എന്നുള്ളത് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ മനസ്സിലാവും. കാര്യം കംപ്ലീറ്റ്ലി ഡിസോർഡറാണ്. നമ്മൾ പ്രോവിൻസസ് ആയിട്ടും പല നാട്ടുരാജ്യങ്ങളായിട്ട് ഇങ്ങനെ ഡിവൈഡായി കിടക്കുന്ന ഒരു വലിയൊരു രാജ്യം, വലിയ ബൗണ്ടറീസ് ആണ്. അപ്പോൾ ആ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കറിയാം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലേ? അതായത് പല കൾച്ചറും പല റിലീജിയനും പല ലാംഗ്വേജും, അപ്പോൾ ഇത് എങ്ങനെ ഏകീകരിച്ച് സ്റ്റേറ്റുകൾ ഉണ്ടാക്കുക പോലുള്ള വലിയ ചലഞ്ചസ് ഒക്കെ നമ്മുടെ ലീഡേഴ്സ് ഫേസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെല്ലാം ഓവർകം ചെയ്ത് എങ്ങനെയെങ്കിലും എന്ത് ചെയ്തു, ആ ഒരു കൺട്രി കംപ്ലീറ്റ്ലി സ്റ്റേറ്റുകളൊക്കെ രൂപീകരിച്ചുകൊണ്ട് ഒരു രാജ്യം ഫോം ചെയ്തു. അതിനുശേഷം എക്കണോമിക്കലി ഈ രാജ്യം എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ മെഷേഴ്സ് എടുത്തു എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുഞ്ഞു ക്ലാസ് കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിതിൽ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ്ലി ഈ 1950 മുതൽ 1990 വരെയുള്ള കാര്യങ്ങളിലേക്ക് പോകണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എക്കണോമിക് പ്ലാനിങ് എന്താണെന്ന് അറിയണം. അപ്പോൾ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് പ്ലാനിങ് മീൻസ് എന്താണ്? സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക് പ്ലാനിങ്, അതായത് 5 year പ്ലാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് പ്ലാനിങ്? ഇപ്പോൾ നമുക്ക് നോർമലി അറിയാം പ്ലാനിങ് മീൻസ് എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് മുന്നോടിയായിട്ട് നമുക്ക് ഒരു അറേഞ്ച്മെൻറ്റ്സ് കാണും, നമ്മൾ മുന്നേ കൂട്ടി അതിനെക്കുറിച്ച് ഒരു കാൽക്കുലേഷൻ നമുക്കുണ്ടാവും. ഇന്ന ഒരു കാര്യം നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു നമ്മൾ മുന്നേ കൂട്ടി തന്നെ നമുക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും, നമ്മളൊരു അവബോധം സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ആ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. ഇവിടെ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി ഉള്ള ആസൂത്രണം. അതായത് എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് ഇങ്ങനെ പറയാം, ഹൗ ആൻ എക്കോണമി അല്ലെങ്കിൽ ഹൗ എ കൺട്രി യൂസസ് ഇറ്റ്സ് നാഷണൽ റിസോഴ്സസ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ഒരു രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് അവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ ആ സമ്പദ് വ്യവസ്ഥ എങ്ങനെ അവിടുത്തെ വിഭവങ്ങളെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. അതായത് വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് നാച്ചുറൽ റിസോഴ്സസ്. എന്താണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രകൃതി വിഭവങ്ങൾ. അതായത് പ്രധാനമായിട്ട് നമുക്ക് പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറയാം? നമുക്ക് പറയാം കോൾ, പെട്രോളിയം പോലെയുള്ള പ്രോഡക്ട്സ് അല്ലേ? പിന്നെ അതായത് ഓയിൽ, അതായത് പെട്രോളിയം പ്രോഡക്ട്സ്. പിന്നെ എന്തൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ? അതായത് നമുക്ക് ഏറ്റവും ഫ്രം ബിഗിനിങ് നമുക്ക് പറയാം ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വാട്ടർ ആണെങ്കിലും സോയിൽ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള ഫോറസ്ട്രി ഐറ്റംസ്, അതായത് ടിമ്പർ പോലുള്ളവ, പിന്നെ മിനറൽസ്, ധാതുക്കൾ അല്ലേ? അതായത് കനികൾ, മൈൻസ് അതുപോലെയുള്ളവ. പിന്നെ നമുക്കറിയാം ഇപ്പോൾ പല രാജ്യങ്ങൾ
പല റിസോഴ്സസാൽ എന്താണ് പ്ലെൻറ്റിയാണ്. ഒത്തിരി എന്താണ് ചില രാജ്യങ്ങളിൽ ചില റിസോഴ്സസ് എന്താണ് വളരെ ബൾക്കായിട്ടുണ്ട്, ചിലയിടത്ത് എന്താണ് അത് വളരെ ഷോർട്ടാണ്, ചിലയിടത്ത് മിക്കവാറും നമ്മൾ എന്താണ് ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നൊരു കോൺസെപ്റ്റ് തന്നെ വരുന്നത് എവിടെയാണ്? രാജ്യങ്ങൾക്കിടയ്ക്ക്. ഇപ്പോൾ ഇന്ത്യയിൽ എന്താണ് വളരെ സുലഭമായിട്ടുള്ള ഒരു വിഭവം എന്താണ് വിദേശത്ത് മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യും? ആ സാധനം എന്ത് ചെയ്യും? വാങ്ങാൻ ആഗ്രഹിക്കും. അവർക്കത് അവൈലബിൾ അല്ല. പക്ഷേ ഇന്ത്യയിൽ ഇത് ചീപ്പറാണ്. നേരെ മറിച്ച് നമുക്കില്ലാത്ത പല പ്രോഡക്ട്സും നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. കാര്യം നമുക്കത് അവൈലബിൾ അല്ല. അപ്പോൾ പല രാജ്യങ്ങൾ ഓരോ റീജിയൻസിൽ എന്താണ് ഓരോ തരം റിസോഴ്സസ് എന്തായിരിക്കും? പ്ലെൻറ്റി ആയിരിക്കും, ചിലത് ഷോർട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എന്താണ് ഏത് രാജ്യങ്ങൾക്കാണോ അവർക്കുള്ള റിസോഴ്സസ് വെച്ചിട്ട് അതിനെ ആ നിലവിൽ ഏത് രാജ്യത്തിനും ഉള്ള റിസോഴ്സസിനെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് വിനിയോഗിക്കുമ്പോഴാണ് ആ രാജ്യം എന്താവുന്നത്? പ്രോഗ്രസ് അറ്റൈൻ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? എല്ലാ രാജ്യത്തും അവർക്കായിട്ടുള്ള എന്താണ് ആ ഒരു റീജിയണിൽ ലഭ്യമാകുന്ന കുറേ എന്താണ് പ്രകൃതി വിഭവങ്ങളുണ്ടാവും. അപ്പോൾ ആ വിഭവങ്ങളെ ഏറ്റവും ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ആ രാജ്യം എന്താവുന്നത്? എക്കണോമിക്കലി അല്ലെങ്കിൽ എന്താണ് ഒരു ബെറ്റർ സിറ്റുവേഷനിലോട്ട്, ബെറ്റർ കണ്ടീഷനിലോട്ട് പോകുന്നത്. അല്ലാതെ ലഭ്യമായ വിഭവങ്ങളെ യൂട്ടിലൈസ് ചെയ്യാതെ മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്താണ് അവിടെ അൺഎംപ്ലോയ്മെൻ്റ് ആണ്, അവിടെ മറ്റ് എന്താണ് യാതൊരു തരത്തിലുള്ള പ്രോഗ്രസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരിക്കലും അവരെന്താവത്തില്ല, ഒരു ബെറ്റർ സിറ്റുവേഷനിലോട്ട് പോകത്തില്ല. അപ്പോൾ എന്താ വേണ്ടത് അവിടെ? നമ്മുടെ രാജ്യത്ത് ലഭ്യമായ റിസോഴ്സസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക, അതിനെ വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് ലാൻഡ് ഏരിയാസ്, നമ്മുടെ എന്താണ് ഭൂപ്രദേശങ്ങൾ, അതെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക? നല്ല രീതിയിൽ നല്ല ഫെർട്ടൈൽ ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കൃഷി ചെയ്യാം അല്ലേ? കൃഷി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ കുറേ ആൾക്കാർക്ക് ഏർണിങ്സ് ഉണ്ടാവും. അവിടെ എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു എക്കോണമി ഇൻഡിപെൻഡൻസിൻ്റെ ആ ഒരു ടൈം പീരീഡിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ട്രാജിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മുന്നേ വരെ ബ്രിട്ടീഷുകാർ വരുന്ന ടൈമിലൊക്കെ ഇന്ത്യ എന്താണ് സെൽഫ് സഫിഷ്യൻ്റ് ആയിരുന്നെങ്കിൽ അവിടെ മാസീവ് പോവർട്ടി എന്നുള്ളൊരു ഇഷ്യൂ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേസിക്കലി ഏറ്റവും എന്താണ് അഗ്രേറിയൻ എക്കോണമിയാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി ഫെർട്ടൈൽ ലാൻഡുകളുണ്ട്. അപ്പോൾ ആ ലാൻഡിനെ എല്ലാം ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പോവർട്ടി എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ആൾക്കാർക്ക് ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, മെജോറിറ്റിയും എന്താണ് അഗ്രികൾച്ചർ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് തന്നെ പലതരം അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എന്തുകൊണ്ട് സാധിക്കും? ഈ പറഞ്ഞ രീതിയിൽ അഗ്രികൾച്ചർ സെക്ടറിന് പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മറ്റ് ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് വളരെ പ്ലെൻറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എന്താണ് സുലഭമായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഇന്ത്യ എന്നല്ല ഏത് രാജ്യവും എന്താണ് വളരെ നല്ലൊരു ലെവലിലെത്തും. കാര്യം എന്താണ്? വിഭവങ്ങളെ ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ഉൽപ്പാദനം നടക്കുന്നു. നല്ല രീതിയിൽ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് വെച്ച് എന്താണ് ഉൽപ്പാദനം നടത്തുന്നു. ആ ഉൽപ്പാദനം എന്ത് ചെയ്യുന്നു? ഒരുപാട് ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? വരുമാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുമാനം കിട്ടുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് എന്താണ് ജോലിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമല്ലേ? അപ്പോൾ ഇതെന്താണ് അവിടെ എന്താണ് അവർ ഏതെങ്കിലും ജോലിയിൽ ഇൻവോൾവ് ആവുന്നു. അപ്പോൾ അതിന് അവർക്ക് എന്ത് കിട്ടുന്നു? റെമ്യൂണറേഷൻ, പ്രതിഫലം കിട്ടുന്നു. ഈ പ്രതിഫലം എന്താണ്? നമുക്കിപ്പോൾ വരുമാനം കിട്ടുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് മാറും, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം മെച്ചപ്പെടും അല്ലേ? അപ്പോൾ അങ്ങനെ മെച്ചപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ കുറച്ചുകൂടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് തന്നെ കുറച്ചുകൂടി എന്താണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നോക്കും. നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവും. നമ്മൾ കുറച്ചുകൂടി എന്താണ് അഡ്വാൻസ്ഡ് ആവും. ഇങ്ങനെ ഒരാളെന്നല്ല ഒരു രാജ്യത്തുള്ള മൊത്തം ജനങ്ങളും ഇങ്ങനെ ബെറ്ററായി വരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പുതിയ ടെക്നോളജീസ്, മോഡേണൈസേഷൻ, കുറേ അഡ്വാൻസ്മെൻറ്റ് വരും. ഇങ്ങനെ കംപ്ലീറ്റ്ലി രാജ്യം എന്താവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോഗ്രസിൻ്റെ ഒരു റേഞ്ചിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് എല്ലാ രാജ്യങ്ങളിലും എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ എക്കണോമിക് പ്ലാനിങ് പറഞ്ഞു വരുന്ന ഇതാണ് ഒരു രാജ്യത്തിൻ്റെ വിഭവങ്ങൾ എങ്ങനെ എന്താണ് ബെറ്ററായിട്ട് വിനിയോഗിക്കാം, അലോക്കേറ്റ് ചെയ്യാം, എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിന് മുൻപ് നാച്ചുറൽ റിസോഴ്സസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം ഈവൻ നമ്മുടെ ലാൻഡ് ആണെങ്കിലും വാട്ടർ ആണെങ്കിലും സോയിൽ ആണെങ്കിലും ടിമ്പർ ആണെങ്കിലും അതുപോലെ തന്നെ മിനറൽ റിസോഴ്സസ് ഇല്ലേ, പല റീജിയനിൽ ഇപ്പം തന്നെ ഗോൾഡ് തന്നെ നമുക്ക് എല്ലാ രാജ്യങ്ങൾക്കും ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ്. പക്ഷേ എല്ലായിടവും ഇല്ല. ഇന്ത്യയിലൊക്കെ വളരെ കുറച്ച് മാത്രമാണ് അങ്ങനെയുള്ള ഏരിയാസ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മിനറൽസ് ഒക്കെ സൗത്ത് ആഫ്രിക്കയിലൊക്കെ എന്താണ് വളരെ എന്താണ് പ്ലെൻറ്റി ആയിട്ട് അവർക്കുണ്ട്. അപ്പം പല പല റീജിയനിലാണ് പലത്. അപ്പോൾ ഏത് രാജ്യത്താണോ അവർക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ കൂടുതൽ അതിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് അത് കൂടുതൽ ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എംപ്ലോയ്മെൻറ്റ് വരും, കൂടുതൽ പ്രൊഡക്ഷൻ നടക്കും, ഇൻകം ജനറേറ്റ് ചെയ്യും, രാജ്യം പ്രോഗ്രസീവ് ആവും. അപ്പോൾ അതിനു വേണ്ടി എന്താണ് ഈ കാര്യങ്ങളെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതിനെല്ലാം ഒരു പ്ലാൻ വേണ്ടേ? ചുമ്മാ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ സ്പെസിഫിക് ആയിട്ട് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കുറേ ഒബ്ജക്റ്റീവ്സ് നമുക്ക് വേണം.
അല്ലേ, മുൻകൂട്ടി തയ്യാറാക്കിയ കുറേ ലക്ഷ്യങ്ങളിൽ മാത്രമേ നമുക്ക് ഏറ്റവും നല്ല വിജയം നേടാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ എക്കണോമിക് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ എക്കണോമിക് പ്ലാനിങ് മീൻസ് എന്താണ്, ഇൻ വിച്ച് എന്താണ് ഹൗ ദ റിസോഴ്സസ് ഓഫ് എ നേഷൻ ഷുഡ് ബി പുട്ട് ടു യൂസ്. ഒരു രാജ്യത്തിൻ്റെ വിഭവങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കാം ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ആ രാജ്യത്തെ ജനങ്ങളുടെ എന്താണ് ക്ഷേമത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ എക്കണോമിക് പ്ലാനിങ് ഷുഡ് ഹാവ് സം സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾസ് ഓർ പ്രീ ഡിറ്റർമൈൻഡ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. എപ്പോഴും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള കുറച്ച് ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എപ്പോഴും എന്താണ് എക്കണോമിക് പ്ലാനിങ്ങിന് കാണും. അപ്പോൾ എക്കണോമിക് പ്ലാനിങ് എന്താ പറയുന്നത്, ഹൗ ടു യൂസ് ദ നാച്ചുറൽ റിസോഴ്സ് ഓഫ് എ നേഷൻ ഇൻ ആൻ എഫക്റ്റീവ് വേ ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു രാജ്യത്തെ പ്രകൃതി വിഭവങ്ങളെ എങ്ങനെ ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കാമെന്നാണ് എന്ത് പറയുന്നത്, എക്കണോമിക് പ്ലാനിങ് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെറുതെ അല്ല, കുറേ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള കുറേ പ്ലാൻസും കുറേ ഗോൾസും കുറേ ഒബ്ജക്റ്റീവ്സും എല്ലാം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ ഈ പറഞ്ഞ വെൽഫെയർ അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് എക്കണോമിക് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിംപ്ലി നമുക്ക് പറയാം, എക്കണോമിക് പ്ലാനിങ് അല്ലെങ്കിൽ എ പ്ലാൻ സ്പെൽസ് ഔട്ട് ഹൗ ദ റിസോഴ്സസ് ഓഫ് എ നേഷൻ ഷുഡ് ബി പുട്ട് ടു യൂസ്. എങ്ങനെ വിഭവങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഒരു എക്കണോമിക് പ്ലാനിങ് പറയുന്നത്. അപ്പോൾ ഇതിന് തന്നെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കുറേ ഗോൾസും സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ നമ്മളിങ്ങനെ ഈ ഒരു സാമ്പത്തിക ആസൂത്രണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ മാതൃകയാണ്. അതായത് സോവിയറ്റ് യൂണിയൻ മീൻസ് കറണ്ട് റഷ്യയുടെ മാതൃകയാണ് നമ്മൾ ഫോളോ ചെയ്തത്. അതാണ് നമ്മൾ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് 5 ഇയർ പ്ലാൻ അഥവാ പഞ്ചവത്സര പദ്ധതി? ഈ പറഞ്ഞ ആശയം, അതായത് നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയ, നമ്മുടെ ഗവൺമെൻറ് മുൻകൂട്ടി തയ്യാറാക്കിയ കുറേ ഒബ്ജക്റ്റീവ്സ്, കുറേ ലക്ഷ്യങ്ങൾ ഇത്ര ടൈം പീരീഡിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. അതായത് 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ 5 വർഷത്തിനുള്ളിൽ കുറച്ച് പ്രീ ഡിറ്റർമൈൻഡ്, അതെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയെ ഫോക്കസ് ചെയ്ത് അവിടെ ഇത്ര കാര്യങ്ങൾ ചെയ്ത് തീർക്കണം ഈ 5 വർഷം കൊണ്ട്, അങ്ങനെ ആ മേഖലയെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് 5 ഇയർ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ആദ്യം പ്രിഫറൻസ് കൊടുത്തത് നമ്മുടെ ഏറ്റവും ബാക്ക് ബോൺ ആയിട്ടുള്ള അഗ്രികൾച്ചർ സെക്ടറിനാണ്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ നമ്മൾ പ്രിഫറൻസ് കൊടുത്ത ഏരിയ അഗ്രികൾച്ചർ സെക്ടറാണ്. സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആയപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അങ്ങനെ ഓരോ സെക്ടറിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു കൊണ്ടുപോയി. അപ്പോൾ അതായത് 2014 വരെ, അതായത് 12 5 ഇയർ പ്ലാൻ വരെ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നോക്കേണ്ട കാര്യം, എക്കണോമിക് പ്ലാനിങ് ഞാൻ പറഞ്ഞു. ഈ എക്കണോമിക് പ്ലാനിങ് എന്നുള്ള ആശയം നമുക്ക് കിട്ടുന്നത് നമ്മൾ എവിടെ നിന്നാണ്, സോവിയറ്റ് യൂണിയൻ്റെ 5 ഇയർ പ്ലാനാണ് നമ്മൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ 5 ഇയർ പ്ലാൻ നമ്മൾ അഡോപ്റ്റ് ചെയ്തത് 1951 ഇന്ത്യയിൽ എക്കണോമിക് പ്ലാനിങ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഇന്ത്യയിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത് 1951 അപ്പോൾ ഈ ഒരു എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ ആസൂത്രണമൊക്കെ കഴിഞ്ഞ് നടപ്പിലാക്കി കഴിഞ്ഞു. വരുന്ന 5 ഇയർ കൊണ്ട് ആ ഒരു മേഖലയെ ബെറ്റർ ആക്കുക, അഗ്രികൾച്ചർ സെക്ടറിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ ഇതെല്ലാം ഈ പറഞ്ഞ പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ സെറ്റ് ചെയ്യാൻ ഒരു കമ്മീഷൻ വേണമല്ലോ. സോ അതുകൊണ്ട് തന്നെ പ്ലാനിങ്ങിന് ഒരു കമ്മീഷനുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് പ്ലാനിംഗ് കമ്മീഷൻ. ഇറ്റ് വാസ് ഫോംഡ് ഇൻ ദ ഇയർ 1950. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്ത ഇയർ 1950 ആണ്. 1950 പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്യുകയും ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഐഡിയാസും അവരുടെ സ്പെസിഫിക് ഗോൾസും ഒക്കെ വെച്ചിട്ടാണ് 1951 ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ ഈ 5 ഇയർ പ്ലാനിൻ്റെ എപ്പോഴും ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ടൈമിലെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഫസ്റ്റ് 1950 എന്നുള്ള ടൈമിൽ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ആരായിരിക്കും പ്രൈം മിനിസ്റ്റർ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഓരോ പ്ലാനിംഗ് കമ്മീഷൻ്റെ ടൈം പീരീഡിലും ആരാണോ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹമായിരിക്കും ചെയർമാൻ. അപ്പോൾ അതിന് കറക്റ്റ് ഈ പ്ലാനിംഗ് കമ്മീഷൻ ഒരു ചെയർമാനും ഉണ്ടാവും, ഒരു വൈസ് ചെയർമാനും ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഗുൽസാരിലാൽ മേത്ത പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ്. അപ്പോൾ അതൊക്കെ നോട്ട്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ വാസ് ജവഹർലാൽ നെഹ്റു. ബിക്കോസ് പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ദെൻ വൈസ് ചെയർമാൻ മീൻസ് നെക്സ്റ്റ് കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുത്ത സെക്കൻഡ് റോളാണ്. അപ്പോൾ അദ്ദേഹം ഗുൽസാരിലാൽ മേത്ത എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇവർ വളരെ എഫക്റ്റീവായിട്ട് അഗ്രികൾച്ചർ സെക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഭംഗിയായിട്ട് ഈ 5 ഇയർ കൊണ്ട് അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ആ ബാക്ക്വേർഡ്നെസ്സിനെ എല്ലാം മാറ്റിക്കൊണ്ട് ജനങ്ങൾക്ക് വലിയൊരു ഇൻകം ഏർണിംഗ് സോഴ്സ് ആയിട്ട് അഗ്രികൾച്ചർ സെക്ടറിനെ മാറ്റി. അപ്പോൾ ഒരുപാട് നഷ്ടം ഫേസ് ചെയ്തിരുന്ന അഗ്രികൾച്ചർ സെക്ടറിനെ നിങ്ങൾക്കറിയാം ഹൈ ഈൽഡിംഗ് വെറൈറ്റി ക്രോപ്സ് അല്ലേ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളൊക്കെ അതുവരെ നമ്മൾ പഠിച്ചതാണ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസും മെത്തേഡ്സും ഒക്കെയാണ് അഗ്രികൾച്ചർ സെക്ടറിൽ ഫോളോ ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് മെഷീൻസോ മോഡേൺ ടെക്നിക്സോ ഒന്നും അറിയില്ലായിരുന്നു.
അതാണ് അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഒരു ബാക്ക്വേർഡ്നെസ് ആയിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം മാറി പുതിയ പുതിയ ടെക്നോളജീസും കാര്യങ്ങളും എല്ലാം എന്താണ് ഈ ഒരു മേഖലയെ എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ എന്ത് ചെയ്തു, ഈ ഒരു 5 ഇയർ പ്ലാനിന് സാധിച്ചു. അപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത ഇയർ 1951 ആണ്. എപ്പോഴും എക്സാമിന് ചോദിക്കും, കൺഫ്യൂഷൻ വരരുത്. ഇനി പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഓൺ ദ ഇയർ 1950. ഓക്കെ, അപ്പം ഫസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, ദെൻ നോക്കുക, നമുക്കപ്പം ഫസ്റ്റ് 5 ഇയർ പ്ലാൻ കഴിഞ്ഞിട്ട് അപ്പോൾ അതോടൊപ്പം 1-2 ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സിനെ കുറിച്ച് പറയാനുണ്ട്. എപ്പോഴും പ്ലാനിംഗ് കമ്മീഷൻ്റെ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ശില്പി എന്ന് നമ്മൾ അറിയപ്പെടുന്നത് PC മെഹലനോബിസിനെയാണ്. അപ്പോൾ PC മെഹലനോബിസ് ഈസ് കോൾഡ് ദ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ പ്ലാനിങ്. അപ്പോൾ ഈ PC മെഹലനോബിസിൻ്റെ വേറൊരു പ്രത്യേകതയുണ്ട്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫാദർ എന്നും അറിയപ്പെടുന്നത് PC മെഹലനോബിസിനെയാണ്. നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ളതാണ്. അപ്പോൾ PC മെഹലനോബിസ് ആണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ പ്രധാനമായിട്ടും കാണുന്നത് സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് എന്താണ് ഐഡിയാസ് വെച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് 5 ഇയർ പ്ലാൻ കംപ്ലീറ്റ്ലി ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ഐഡിയാസും 5 ഇയർ ഈ പറഞ്ഞ പ്ലാനിങ്ങിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എന്താണ് ഹീസ് കോൾഡ് ദ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ പ്ലാനിങ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഫോർമേഷനും അതിൻ്റെ കാര്യങ്ങൾക്കെല്ലാം വളരെയധികം കോൺട്രിബ്യൂഷൻ ചെയ്ത വേറൊരു വ്യക്തിയാണ് MB സിംഗ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പറയുന്നത് ഹീറോ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് എന്നാണ് ഇദ്ദേഹത്തെ പറയുന്നത്. അപ്പോൾ സോ അവരുടെ രണ്ടുപേരുടെയും ഡീറ്റെയിൽസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ബാക്കി നമുക്ക് നോട്ടിൽ ഇതൊക്കെ നോട്ടിലുണ്ടാവും. നോട്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് തരുന്നതാണ്. എല്ലാം വായിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് ഇതെല്ലാം എഴുതിയെടുക്കുക കേട്ടോ. ദെൻ ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എപ്പോഴും കിട്ടുന്ന ഏരിയാസാണ്. നോക്കുക, ഇനി അടുത്തത് അപ്പോൾ എന്താണ് എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്, ഒരു രാജ്യത്തിൻ്റെ എന്താണ് ക്ഷേമം, ഇങ്ങനെ അവിടുത്തെ റിസോഴ്സസ് വിനിയോഗിച്ചുകൊണ്ട് അറ്റൈൻ ചെയ്യാം. അതിനുവേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് ചെയ്തു, റഷ്യയുടെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ 5 ഇയർ പ്ലാൻ പോളിസി അഡോപ്റ്റ് ചെയ്യുകയും 1950 നമ്മൾ അതിനുവേണ്ടി പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു. In 1951 we started first 5 year plan. അപ്പോൾ the first 5 year plan gave much importance or preference to agriculture sector. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ഹു ഇസ് ദ ഹീറോ ഓഫ് ഇന്ത്യൻ പ്ലാനിങ്, ദെൻ നെക്സ്റ്റ് ദ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ പ്ലാനിങ്. ഈ 2 കാര്യങ്ങൾ ഇവരുടെ 2 പേരെയാണ് നമ്മൾ മെൻഷൻ ചെയ്തത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ 1951 സ്റ്റാർട്ട് ചെയ്ത പ്ലാനിങ് അപ്പോൾ എല്ലാം നമ്മൾ 5 ഇയർ എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്കൊക്കെ റോളിംഗ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഗവൺമെൻറ്റുകൾ മാറുമ്പോൾ എന്തെങ്കിലും ക്രൈസിസ്, രാജ്യം എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇത് 5 ഇയറിൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചിലപ്പോഴൊക്കെ റോളിംഗ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടക്കാലങ്ങളിൽ പ്ലാനുകൾ വന്നിട്ടുണ്ട്. അതായത് 3 വർഷത്തിൽ ചുരുക്കി 2 വർഷത്തിലൊക്കെ പ്ലാൻ 5 ഇയർ പ്ലാൻ വളരെ ചുരുക്കി എന്ത് ചെയ്തിട്ടുണ്ട്, ചില പ്ലാനുകൾ ഉപേക്ഷിച്ച ചരിത്രമൊക്കെ ഇന്ത്യയിലുണ്ട്. എങ്കിൽ പോലും നമ്മൾ 12 5 ഇയർ പ്ലാൻസ് 12 5 ഇയർ പ്ലാൻസ് എന്ത് ചെയ്തു, ഇന്ത്യയിൽ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതായത് 2014 വരെയും നമ്മൾ 5 ഇയർ പ്ലാനിങ്ങിന് ആ ഒരു ഓർഡറിൽ എന്ത് ചെയ്യുന്നു, അഡോപ്റ്റ് ചെയ്ത് അതിൻ്റെ ബേസിൽ ഓരോ മേഖലയും ബെറ്റർ ആക്കിക്കൊണ്ട് വരികയാണ്. അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, അങ്ങനെ ലാസ്റ്റ് പ്ലാൻ ഇമ്പോർട്ടൻസ് കൊടുത്ത ഇൻക്ലൂസീവ് ഗ്രോത്തിനാണ്. അപ്പോൾ അങ്ങനെ ഓരോ മേഖലയ്ക്കും ഏറ്റവും ഒരു രാജ്യത്തിന് അനിവാര്യമായിട്ട് ഉള്ള മേഖലകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ മേഖലയിലെല്ലാം ഉള്ള ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ പ്രയോജനം നൽകി അങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് എക്കണോമിക്കലി ഒരു ഫാസ്റ്റ് ഗ്രോവിങ് നേഷനാക്കി ഇന്ത്യയെ മാറ്റാൻ പ്ലാനിങ്ങിന് വളരെയധികം സാധിച്ചു എന്ന് പറയാം. എന്നാൽ നമ്മൾ ആദ്യമേ ഈ പറഞ്ഞ ലീഡേഴ്സ് എയിം ചെയ്ത കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, കുറേ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് എപ്പോഴും ഉണ്ട് ഈ 5 ഇയർ പ്ലാനിലൂടെ ഇന്ത്യൻ എക്കോണമിയിൽ ഇന്ന മാറ്റങ്ങൾ വരുത്തുക എന്നുള്ള. അപ്പോൾ ആ ഗോൾസൊക്കെ തന്നെ ഈ 2014 ആയിട്ടും അത്രത്തോളം എഫക്റ്റീവ് ആയെന്ന് തോന്നാത്തതിനാൽ, മനസ്സിലാവുന്നോ, മുമ്പേ പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങൾ, ഇപ്പോൾ എല്ലാ മേഖലയിലും കുറേ ചേഞ്ചസ്, കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഈ പറഞ്ഞ 5 ഇയർ പ്ലാനിന് സാധിച്ചെങ്കിലും അതിൻ്റെ സ്പീഡ് നമ്മൾ ഉദ്ദേശിച്ച അത്രയും ആവാത്തതിനാൽ 2014 കഴിഞ്ഞ്, അതായത് 1 ജാനുവരി 2015 ആയപ്പോൾ എന്താണ് നരേന്ദ്ര സിംഗ് മോഡി ഗവൺമെൻറ്, അതായത് മോഡി ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ് റീപ്ലേസ് പ്ലാനിംഗ് കമ്മീഷൻ വിത്ത് നീതി ആയോഗ്. അതായത് 1 ജാനുവരി 2015 ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഈ പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ് ഈസ് നോൺ ആസ് നീതി ആയോഗ്. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ നിലവിലില്ല. പ്ലാനിംഗ് കമ്മീഷൻ്റെ വർക്ക് അല്ലെങ്കിൽ പ്ലാൻ 12th 5 ഇയർ പ്ലാനോട് ഇന്ത്യയിൽ എന്ത് ചെയ്തു, നമ്മൾ ആ പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ള ആ ഒരു ഇയറൊക്കെ എന്ത് ചെയ്തു, സ്റ്റോപ്പ് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അതിന് പകരമായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പുതിയൊരു ഓർഗനൈസേഷനാണ്, ദാറ്റ് ഈസ് നോൺ ആസ് നീതി ആയോഗ്. നീതി ആയോഗ് മീൻസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ.
ഇന്ത്യയെ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ മാറ്റി എന്താണ്, അതായത് നോട്ട് എന്ന് മാറ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെക്നോളജിക്കലി എത്രത്തോളം രാജ്യത്തിനെ അഡ്വാൻസ്ഡ് ആക്കുക, എത്രത്തോളം ബെറ്റർ ആയിട്ട് എന്താണ് എല്ലാ മോഡേണൈസേഷനെ അതിൻ്റെ അതേ രീതിയിൽ എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യുക എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നീതി ആയോഗ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഏത് വർഷമാണ്? 1 ജാനുവരി 2015 എന്ത് ഫോം ചെയ്യുന്നത്? നീതി ആയോഗ്. എന്താണ് ഏത് റീപ്ലേസ് ചെയ്തുകൊണ്ട്? ഈ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ നമ്മൾ അപ്പോൾ പ്ലാനിംഗ് കമ്മീഷനെ പോലെ തന്നെ നീതി ആയോഗിന് എന്തുണ്ട്, ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഒരു ബോഡി ഉണ്ട്. അതിനകത്ത് എന്താണ്, അതിനെയും ചെയർ ചെയ്യുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ഇപ്പോൾ നരേന്ദ്രമോദി ആണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മോദിയാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിനും എന്തുണ്ട്, വൈസ് ചെയർമാൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ കറണ്ട് വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ രാജീവ് കുമാറാണ്. അപ്പോൾ അതോടൊപ്പം ചെയർമാനായിട്ട് പ്രൈം മിനിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ വൈസ് ചെയർമാൻ ഉണ്ട്. പിന്നെ എല്ലാ സ്റ്റേറ്റിൻ്റെയും കൂടെ എന്താണ്, ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു അതോറിറ്റേറ്റീവ് ഒരു ബോഡിയും അവിടെ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, നീതി ആയോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തു. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പ് ടു ബോട്ടം മോഡലാണ്. അതായത് മുകൾ തട്ടിൽ നിന്ന് താഴെ തട്ടിലേക്ക് എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുവന്ന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഫലവത്തായിട്ട് റിസൾട്ട് എടുക്കുക എന്നാണെങ്കിൽ, നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബോട്ടം ടു ടോപ്പ് മോഡലാണ്. താഴെ തട്ടിൽ നിന്ന് എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് മുകളിലേക്ക്, അതായത് ഏറ്റവും റിമോട്ട് റൂറൽ ഏരിയാസിൽ പോലും എന്താണ് വളരെ പ്രകടമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്തെ എന്താണ് പ്രോഗ്രസീവ് ആക്കുക എന്നുള്ളതാണ് എന്ത്, തിങ്ക് ടാങ്ക് പോളിസി ആയിട്ടുള്ള നീതി ആയോഗിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വളരെ ഫലപ്രദമായിട്ട് നീതി ആയോഗ് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. വളരെ എന്താണ്, നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ്റെ പ്രോഗ്രാംസ് എല്ലാം എഫക്റ്റീവ് ആയിരുന്നെങ്കിലും വളരെ കുറച്ചുകൂടി എന്താണ് നീതി ആയോഗ് കാര്യങ്ങൾ എഫിഷ്യൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, അതായത് നീതി ആയോഗിൻ്റെ ഫുൾ ഫോമും അതുപോലെ തന്നെ എന്താണ് കറണ്ട് വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ് ആരൊക്കെയാണെന്ന് ഓർത്തിരിക്കണം. അപ്പം ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ, മൊണ്ടേക് സിംഗ് അലുവാലിയ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് എന്താണ് ലാസ്റ്റ് 5 ഇയർ പ്ലാനിൻ്റെ വൈസ് ചെയർമാൻ, അതായത് 12th 5 ഇയർ പ്ലാനിൻ്റെ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞിരുന്നത്. 12th 5 ഇയർ പ്ലാനിൻ്റെ ടൈമിൽ എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞിരുന്നത് മൊണ്ടേക് സിംഗ് അലുവാലിയ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൈമോട് കൂടിയാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ള ആ ഒരു എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എന്താണ് അവസാനം. അത് കഴിഞ്ഞിട്ടാണ് നീതി ആയോഗ് വരുന്നത്. അപ്പോൾ ആ പേരും നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ നോട്ടിൽ തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു വെച്ചേക്കണം. അപ്പോൾ എക്കണോമിക് പ്ലാനിങ് എന്താണെന്ന് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാനിങ് പറയുന്നത് എന്താണ്, ഹൗ ദ റിസോഴ്സസ് ഓഫ് എ നേഷൻ ഷുഡ് ബി പുട്ട് ടു യൂസ് ഓർ ടു ഹൗ ടു അച്ചീവ് എന്താണ് ബെറ്റർ മീൻസ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, എങ്ങനെ ബെറ്റർ ആയിട്ട് ടു മോൾഡ് ദ നേഷൻ ഇൻ എ ഫാസ്റ്റ് ഗ്രോയിങ് എക്കോണമി, എങ്ങനെ ബെറ്റർ ആയിട്ട് രാജ്യത്തിന് ഒരു വളരെ ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു എക്കോണമിയാക്കി മോൾഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ്. അത് മാത്രമല്ല എങ്ങനെ അവിടുത്തെ ജനങ്ങളെ എന്താണ് ഏറ്റവും ബെസ്റ്റ് ഒരു വെൽഫെയർ അറ്റൈൻ ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ രാജ്യത്ത് തന്നെയുള്ള റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഗോൾ. അപ്പം കുറേ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് എക്കണോമിക് പ്ലാനിങ്. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ 5 ഇയർ പ്ലാൻ എന്താണ്, അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു പോളിസി എന്താണ്, 5 വർഷം കൊണ്ട് കുറേ എന്താണ് പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ് ഉണ്ടാവും, അത് എഫക്റ്റീവായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ അതിനൊരു കമ്മീഷനുണ്ട്. ആരാണ് അതിൻ്റെ എന്താണ് ചെയർമാൻ ആരാണ്, വൈസ് ചെയർമാൻ ആരാണ്, അവരുടെയൊക്കെ റോൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതിനെ എന്ത് ചെയ്തു, നീതി ആയോഗിനെ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നീതി ആയോഗ് വന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ എക്കണോമിക് പ്ലാനിങ് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു കൺഫ്യൂഷൻ വേണ്ട. 5 ഇയർ പ്ലാൻ എന്തുവാണെന്നറിയാം. ഓക്കെ, അപ്പോൾ 12th 5 ഇയർ പ്ലാൻ വരെ നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്തിരുന്നു, അഡോപ്റ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് എന്ത് വന്നത്, അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഫാസ്റ്റസ്റ്റ് ആയിട്ട് ടെക്നോളജിക്കലി ഒക്കെ എന്താണ് അഡ്വാൻസ്മെൻറ്റ് വരുത്താൻ വേണ്ടിയിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അതിന് പകരമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നു. ദാറ്റ് ഈസ് നോൺ എസ് നീതി ആയോഗ്. അത് പറഞ്ഞു. അപ്പോൾ കറണ്ട് നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററും വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ രാജീവ് കുമാർ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഈ 5 ഇയർ പ്ലാനിന്, അപ്പം 5 ഇയർ പ്ലാൻ ഈ പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തപ്പോൾ ഈ പ്ലാനിംഗ് കമ്മീഷന് എന്താണ് കുറച്ച് എന്താണ് ഫിക്സഡ് ആയിട്ടുള്ള കുറച്ച് ഗോൾസ് എന്ത് ചെയ്തു, സെറ്റ് ചെയ്ത് വെക്കുകയുണ്ടായി. അതായത് ഓരോ 5 ഇയർ പ്ലാനിലും ഓരോ സ്പെസിഫിക് ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എപ്പോഴും കാണും. എന്നിരുന്നാലും എല്ലാ പ്ലാനും ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്താണ് ഫോം ചെയ്തിരിക്കുന്നത് തന്നെ എന്താണ് കുറച്ച് ബേസിക് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ കുറച്ച് ഗോൾസ് എന്താണ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏത് 5 ഇയർ പ്ലാൻ എന്താണ്
ഏത് മേഖലയെ സ്പെസിഫൈ ചെയ്താണ് 5 ഇയർ പ്ലാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും അതിലെല്ലാം കുറേ എന്താണ് സ്ഥിരമായിട്ടും, അതായത് എപ്പോഴും ഇന്ത്യൻ ഗവൺമെൻറ് എയിം ചെയ്യുന്ന കുറച്ച് ലക്ഷ്യങ്ങളുണ്ടാവും. അത് ഈ കാര്യങ്ങളിലൂടെ, ഈ 5 ഇയറിലൂടെ എന്ത് ചെയ്യുക, നടപ്പിലാക്കിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഇയർ പ്ലാനിൻ്റെ എന്താണ് 4 ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഒരു ഷോർട്ട് എസ്സേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ 5 മാർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എല്ലാ പ്രാവശ്യവും. അപ്പോൾ നോക്കുക, ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് 5 ഇയർ പ്ലാൻ. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് വളരെ സിമ്പിളാണ്, പക്ഷേ എന്താണ് എല്ലാ പ്രാവശ്യം എക്സാമിന് ചോദിക്കുന്നതാണ്, കുറച്ച് ക്രക്സ്, കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് വൺ ഈസ് എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക വളർച്ച, അല്ലേ? സാമ്പത്തിക വളർച്ച. ദെൻ സെക്കൻഡ് വൺ ഈസ് മോഡേണൈസേഷൻ. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുരോഗതി, ഇല്ലേ? എത്രത്തോളം രാജ്യം എന്താണ് പുതിയ പുതിയ എന്തൊക്കെ ടെക്നോളജീസും അഡ്വാൻസ്മെൻറ്റും വരുന്നു അതെല്ലാം അറ്റൈൻ ചെയ്യുക എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെൽഫ് റിലയൻസ്. സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം പര്യാപ്തത. നമ്മൾ സെൽഫ് സഫിഷ്യൻസി എന്നൊരു വേർഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. അതിൻ്റെ ഒരു സിനോണിം തന്നെയാണ് എന്ത്? സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ. ദെൻ ഇക്വിറ്റി. ഇക്വിറ്റി എന്നുള്ള മീൻസ് എന്താണ്? ഇക്വാളിറ്റി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സമത്വം. അതിൻ്റെ ഒരു സിനോണിമാണ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ നാല് പോയിൻറ്റ്സും ആണ് നമുക്ക് ഈ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള ഗോൾസ്. ഈ 4 കാര്യങ്ങളും എത്ര നാൾ പ്ലാനിംഗ് കമ്മീഷൻ എന്താണ് എഫക്റ്റീവായിട്ട് റൺ ചെയ്യുന്നു അത്രയും നാളും കൊണ്ട് എന്താണ് ഒരു രാജ്യത്ത് ഫോം ചെയ്യേണ്ട എന്താണ് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു രാജ്യം എത്രത്തോളം പ്രോഗ്രസീവ് ആവണമെങ്കിൽ അത്രത്തോളം ഈ പറഞ്ഞ 4 ഘടകങ്ങളും ആ രാജ്യത്ത് എഫക്റ്റീവായിട്ടുണ്ടായിരിക്കണം. നോക്കാം, ഇനി നമുക്ക് ഓരോ പോയിന്റും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ, എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു രാജ്യത്ത് പ്രോഗ്രസ്, സാമ്പത്തിക വളർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? ഒരു രാജ്യത്ത് പ്രോഗ്രസ് വരണമെന്നുണ്ടെങ്കിൽ ടു ഇൻക്രീസ് ദ കപ്പാസിറ്റി ഓഫ് എ നേഷൻസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു രാജ്യം സാമ്പത്തികമായി പുരോഗതി നേടുക മീൻസ് ടു ഇൻക്രീസ് ദ കപ്പാസിറ്റി ഓഫ് എ നേഷൻ. രാജ്യത്തിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക. എന്തിനുള്ള കപ്പാസിറ്റിയാണ്? ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള എന്താണ് രാജ്യത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുക. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? സാധനങ്ങൾ സേവനങ്ങളും എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞത് ആ റിസോഴ്സ് അലോക്കേഷൻ്റെ കേസിലോട്ട് തന്നെ പോകേണ്ടി വരും.